ശ്രീ അനൂപ് എബി, താങ്കളുടെ സംഘടനയിലെ അംഗങ്ങളുടെ ഇപ്പോഴത്തെ ആശങ്കകൾ എന്തൊക്കെയാണ്? തൊഴിൽ സുരക്ഷ, ശമ്പളം വെട്ടിക്കുറയ്ക്കുമോ, അല്ലെങ്കിൽ പുതിയ അവസരങ്ങളിലെ മാന്ദ്യം എന്നിവയെക്കുറിച്ചൊക്കെ അവർ ആശങ്കാകുലരാണോ? ഇതിനകത്ത് ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഔട്ട്സോഴ്സിങ് നിർത്തലാക്കുമെന്ന് പറയുന്നത് അതൊരു ഭീഷണിയായിട്ട് മാത്രമേ ഇതിനകത്ത് കാണാനുള്ളൂ. അങ്ങനെ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്നുള്ള വേൾഡിലുള്ള കമ്പനികളെല്ലാം തന്നെ അതിനെ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഗവൺമെൻറ് അവർ ഇറക്കിയ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്തുനിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു IT കമ്പനികളും വേൾഡിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. കാരണം ഈ ഗവൺമെൻറ്റിനാണോ അല്ലെങ്കിൽ ട്രംപിനാണോ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇവരതിനെ പറ്റിയിട്ട് പറയുന്നതും ഭീഷണി മാത്രമാണത്. പിന്നെ കാരണം ബാങ്കിങ് നെറ്റ്വർക്ക് ആയിക്കോട്ടെ, വിസ ആയിക്കോട്ടെ, മാസ്റ്റർ കാർഡ് ആയിക്കോട്ടെ, ഇതുപോലെ ബാങ്കിങ് നെറ്റ്വർക്കിൻ്റെ കംപ്ലീറ്റ്ലി ടെക്നിക്കൽ സപ്പോർട്ടുകളും ഡാറ്റാ സെൻറ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ IT മേഖലയിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നീട് ഇനി സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു ചൈന പോലുള്ള രാജ്യമായിരിക്കും. കാരണം അവിടെയും ഈ IT പ്രൊഫഷണൽസ് വളരെ ഇതാണ്. പക്ഷേ ചൈനയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മദർ ടങ് ആയിട്ടുള്ള ലാംഗ്വേജ് മാത്രമാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ IT കമ്പനികളുടെ ടെക്നിക്കൽ സപ്പോർട്ടുകൾ ഒരു പരിധി വരെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ്. ഇപ്പം ഈ IT മേഖലയിൽ ഈ പറഞ്ഞ ലീഗൽ സർവീസ് അടക്കം, അതായത് അമേരിക്കയിലിരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ലീഗൽ സൈഡ്, അതിൻ്റെ വാല്യുവേഷൻ അടക്കം ഇന്ത്യയിൽ നിന്നാണ് ചെയ്യുന്നത്. അതായത് അവിടെ അമേരിക്കക്കാരൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് അതിന് എത്ര വാല്യുവേഷൻ ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലിരിക്കുന്നവരാണ്. ഈവൻ ഇപ്പോൾ ഈ ട്രംപ് ഇരിക്കുന്നിടത്ത് അവിടുത്തെ വൈറ്റ് ഹൗസ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വില ഇടുന്നത് ഒരുപക്ഷെ ഇന്ത്യക്കാരായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് ഒരു കാരണവശാലും അമേരിക്ക എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒരു കാരണവശാലും ഒരു ഇമ്പാക്റ്റും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഭീഷണി മാത്രമാണ്.